നമ്മുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ 9th സ്റ്റാൻഡേർഡിലെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിൽ എല്ലാവർക്കും മാർക്ക് പോകുന്ന ഒരു ഭാഗമാണ് വരയ്ക്കുന്ന ഭാഗങ്ങൾ. അതിൽ നമുക്ക് വരയ്ക്കുന്ന ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യം തന്നെ അതിൽ വരയ്ക്കുന്നതിൽ ആദ്യം പാരലൽ ലൈന് എങ്ങനെയാണ് ആദ്യം വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാരലൽ ലൈൻ ആദ്യം എടുക്കുന്നത് ഒരു സ്കെയിലും പെൻസിലുമാണ്. സ്കെയിലിന് ആദ്യം ഒരു ലൈന് വരയ്ക്കാം. ആദ്യം ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ വെക്കുന്നത് ശ്രദ്ധിക്കട്ടോ. സെറ്റ് സ്ക്വയർ ഈ ഒരു ലൈനില്ലേ, ഈ ഒരു ഞാൻ വരച്ച ലൈനിൻ്റെ താഴെയായിട്ട് ഇതേപോലെ വെക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇതിന് ഈ ഒരു സൈഡിലെ സ്കെയില് വെക്കുക. സ്കെയില് വെച്ച് ഇതിനെ ഒരു ഇളക്കമൊന്നുമില്ലാതെ പൊന്തിക്കുക. നമുക്ക് വേണ്ട അത്ര എടുത്തിട്ട് മുകളിലൊരു വരയ്ക്കാം. അപ്പം ഈ ഒരു ലൈനും ഈ ഒരു ലൈനും പാരലൽ ആയിരിക്കുകയാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ലൈൻ എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ എ 7 cm ലൈൻ ആൻഡ് കട്ട് ഇറ്റ് ഇൻറ്റു 3 ഈക്വൽ പീസസ്. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 7 cm നീളമുള്ള ഒരു ലൈന് വരയ്ക്കാനാണ്. എന്നിട്ട് അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞെന്താണ് 7 cm ഒരു ലൈന് വരയ്ക്കാനാണ്. 7 cm ഒരു ലൈൻ ആദ്യം നമ്മൾ വരയ്ക്കണം. ഇപ്പോൾ ഞാൻ വരച്ചത് 7 cm ലൈനാണ്. ഈ 7 cm ലൈനിനോട് ഈ ഒരു 7 cm ലൈനിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് സ്കെയിലിനോട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ട്രിക്ക് ഉണ്ട് ഇതിന്. ആദ്യം ഈ ഒരു എൻഡ് പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട്, ഇപ്പം ഞാൻ 9 ആണ് ഇപ്പോൾ വരയ്ക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിനുള്ള ആംഗിളിൽ നമുക്ക് വരയ്ക്കാം കേട്ടോ. സ്ലാൻഡഡ് ആയാൽ മതി. 9 cm ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇതിൽ 3 ഈക്വൽ പീസസ് ആക്കാനാണ്. അപ്പം ഞാൻ ഈ 9നെ 3 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. 3, 6, 9. എന്നിട്ട് ഞാൻ ഈ ഒരു എൻഡ് ഭാഗത്തിനെ ആദ്യം വരച്ച ലൈനിൻ്റെ എൻഡ് ഭാഗത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി കാണുന്നില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ലൈനിന് ചേർത്ത്, ഇവിടെ കിട്ടിയിരിക്കുന്ന ലൈനിനെ ചേർത്ത് വെക്കുക. എന്നിട്ട് അതിന് പുറകിൽ ഈ ഒരു ഭാഗത്തായിട്ട് സ്കെയില് വെക്കുക. സ്കെയില് എന്നിട്ട് നീക്കി കൊടുക്കുക. നീക്കി നമ്മൾ നേരത്തെ വെച്ച പോയിന്റിൽ അവിടെ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ ഒരു വര വരച്ചു കൊടുക്കണം. ഒരു ഈക്വൽ പീസസ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഈക്വൽ പീസായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 7 cm 3 ഈക്വൽ പീസസ് ആക്കി മാറ്റിയത്. ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് 9 cm ആണ്. ഓരോ സൈഡും 3 cm വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 3 തന്നെ ആക്കണമെന്ന്, ഇവിടെ 9 തന്നെ, ഈ ഒരു സെൻറ്റിമീറ്റർ ഇവിടെയുള്ള ഈ ലൈന് 9 cm തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 ഈക്വൽ പീസസ് ആണെങ്കിൽ 6 ആണെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 9 ആണെങ്കിൽ ഇതേപോലെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 12 ആണെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊരു 3 ഈക്വൽ പീസസ് ആക്കുകയാണെങ്കിലാണ് ഇതിനോടൊക്കെ ചെയ്യാം. ഇനി 2 ഈക്വൽ പീസസ് ആണെങ്കിൽ 2നെ കൊണ്ട് ചെയ്യാം, 4നെ കൊണ്ട് ചെയ്യാം, 6നെ കൊണ്ടൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 cm. നമ്മളോട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ 3 സൈഡ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടണം.
അതിൽ നമുക്ക് സാധാ രീതിയിൽ നമുക്ക് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച രീതിയിൽ നമ്മളിപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞ പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ ആണ്. ഓൾ സൈഡ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 11 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 11 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കണം. 11 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അതിനെ ട്രയാങ്കിളാണ് പറഞ്ഞുകൊണ്ട് ട്രയാങ്കിളിൽ ടോട്ടൽ 3 സൈഡ്സാണ് ഉണ്ടാവുക. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9 or 12 കൊടുക്കുക. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 12 ആണ്. 12 ആകുമ്പോൾ നമ്മൾ 4 4 4 എന്ന രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു എൻഡും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് സ്ക്വയർ ഈ ഒരു എൻഡിലുള്ള ഈ ഒരു ലൈനായിട്ട് നോക്കി ഈ ഒരു ലൈനിൻ്റെ സെയിം ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഭാഗത്താണ് സ്കെയിൽ വെക്കേണ്ടത്. ഇനി സെറ്റ് സ്ക്വയറിൻ്റെ മെല്ലെ മൂവ് ചെയ്ത് കൊടുക്കുക. സ്കെയിലിന് ഇളക്കൊന്നും പറ്റില്ല. ഈ പോയിൻറ്റിന് ഇവിടെ എത്തുമ്പോൾ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോഴൊന്നും ഈ സ്കെയിൽ ഇളകാൻ പാടില്ല. ഇളകുകയാണെങ്കിൽ നമ്മളെ മെഷർമെൻറ്റ് തെറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു 11 സെൻറ്റിമീറ്ററിന് 3 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കോമ്പസ് എടുക്കണം. നമ്മളോട് ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞിരിക്കുക, നമ്മളോട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ്. എന്താണ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ ഉള്ള, അതുകൊണ്ട് തന്നെ നമ്മൾ 11 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ച് അതിന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത്, അപ്പോൾ നമ്മളിനി അതിൽ നിന്ന് നമ്മൾ ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനത് കോമ്പസ് എടുത്തിട്ടുണ്ട്. കോമ്പസിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. കണ്ടോ, ഈ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആദ്യം ഒരു ആർക്ക് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ച് ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുന്നുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ രൂപീകൃതമാവുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 11 സെൻറ്റിമീറ്റർ ആയി മാറുന്നു. ഈ ഒരു ലൈൻ തന്നെ എത്രയായിരുന്നു? 12 സെൻറ്റിമീറ്റർ ആണല്ലേ. 12 സെൻറ്റിമീറ്റർ ആണ്. 4 4 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പാരലൽ ലൈനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി റേഷ്യോ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനുണ്ട്. പിന്നെ ഹെക്സഗണും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പിന്നെ ചെയ്ത് നോക്കാം കേട്ടോ.